ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ വചന അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഞങ്ങൾ ധ്യാനിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്ന, ശ്രവിക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അഭിഷേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യോനായെക്കുറിച്ചാണ്. യോനായെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോണ ഒരു പുള്ളി. അതാണ് യോനായെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആദ്യം കേൾക്കുന്നത്. അതായത് ഒരു വിധേയതയില്ലാതെ, അനുസരണയില്ലാത്തൊരു മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യോനായെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ വലിയ തീക്ഷ്ണതയുള്ള ഒരു പ്രവാചകനായിരുന്നു യോന എന്ന് മനസ്സിലാകും. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ആ ഒരു വചനത്തിൽ തന്നെ യോനായെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിനുവേ പട്ടണത്തിൽ 1,20,000 ജനം വസിക്കുന്ന ഒരു പട്ടണമാണ് നിനുവേ. ദൈവത്തിന് നിനുവേക്കാരോട് സംസാരിക്കണമായിരുന്നു. നിനുവേയിലുള്ള 1,20,000 ആളുകളെയും കോണ്ടാക്ട് ചെയ്യാൻ ദൈവം ശ്രമിച്ചു. പക്ഷേ ആരെയും കർത്താവിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ 1,20,000 പേരും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. വീട്ടിലേക്ക് ഫോൺ ചെയ്തു, പല പ്രാവശ്യം ചെയ്തിട്ടും ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയൽവക്കത്തെ വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് പറയും, ഇന്ന കാര്യം ചെന്ന് എൻ്റെ വീട്ടിലൊന്ന് പറയണം. ദൈവവും ചെയ്തത് അങ്ങനെയാണ്. നിനവേ പട്ടണത്തിൽ ആളുകളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്തത് കൊണ്ട് അടുത്തുള്ള ഒരാൾ, നിനവേലിൻ്റെ അടുത്തുള്ള ഒരാൾ യോനായാണ്. യോനായെ ദൈവം വിളിച്ചു. എന്നിട്ട് യോനായോട് പറഞ്ഞു, ഈ മെസ്സേജ്, ഈ സന്ദേശം പോയി നിനവേൽ പറയണം. പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുണ്ട്. ദൈവം സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാകണം. അപ്പം അങ്ങനെയാണെങ്കിൽ യോന ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം സംസാരിച്ചത് അവന് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ യോനായുടെ 1-ാമത്തെ പ്രത്യേകത ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോനായുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരോട് ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം അവർക്ക് കേൾക്കാൻ പറ്റും. ഇനി 2-ാമത്തെ കാര്യം, എന്താണ് ദൈവം യോനായെ വിളിക്കാൻ കാരണം? അതിന് കാരണമുണ്ട്. നമുക്കറിയാം, സന്ദേശങ്ങൾ, ദൈവം പ്രവാചകന്മാരെ വിളിച്ചത് ദൈവം സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ ദൈവം വിളിച്ചത്. ഈ സന്ദേശങ്ങൾ, മെസ്സേജസ്, 2 kinds of മെസ്സേജസ്, 2 തരത്തിലുള്ള സന്ദേശങ്ങളുണ്ട്. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്. നമുക്കറിയാം, നമ്മുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് ഒരാൾ വന്നു. എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക്, അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് ഒരാൾ വന്നു. അവരുടെ തലയിൽ, ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ, വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവരാണെന്ന് വിചാരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു സന്ദേശം നൽകി. ഇവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം നൽകാൻ പോകുന്നു. അതൊരു പോസിറ്റീവ് മെസ്സേജാണ്. പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് നമ്മൾ പറയും, ചേട്ടാ, ചേച്ചി, കർത്താവ് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും. എന്നാൽ വേറൊരു വ്യക്തി, ഒരു കുടുംബം നമ്മുടെ പ്രാർത്ഥിക്കാൻ വരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു മെസ്സേജ് തന്നു, ഈ സഹോദരിക്ക് ക്യാൻസർ ഉണ്ട്. അതൊരു മെസ്സേജാണ്, പക്ഷേ അതൊരു നെഗറ്റീവ് മെസ്സേജാണ്. നമുക്ക് പറയാൻ അത്രയും പെട്ടെന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റാത്തൊരു മെസ്സേജാണ് എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നെഗറ്റീവ് മെസ്സേജാണ് ദൈവം യോനായോട് പറഞ്ഞു. എന്താ? നിനുവേ പട്ടണത്തിൽ ചെന്നിട്ട് അവിടുത്തെ രാജാവിനോടും മന്ത്രിമാരോടും ജനത്തോടും പറയണം. എന്താ? മര്യാദക്കിരുന്നില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും. പാപത്തിൽ നിന്ന് വിട്ടുമാറിയില്ലെങ്കിൽ, പശ്ചാത്തപിച്ചില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ മുഴുവനായി നശിപ്പിക്കാൻ പോകുന്നു എന്ന മെസ്സേജാണ് പറയേണ്ടത്. ആരോടാ? രാജാവിനോട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു നെഗറ്റീവ് മെസ്സേജാണ്. 1. 2, അത്ര ഈസി അല്ല. കാരണം രാജാവിനോടൊക്കെ ഇങ്ങനത്തെ തല പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തല പോകും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി സാധാരണ ഒരുത്തൻ ഈ മെസ്സേജ് എന്ന് പറയില്ല, അതിന് പറയാൻ ഗട്ട്സ് ഉള്ള ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് യോനായാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്ത് മെസ്സേജ് ആണെങ്കിലും വെള്ളം ചേർക്കാതെ പറയാൻ ധൈര്യമുള്ള ഗട്ട്സ് ഉള്ള ഒരൊറ്റയാളെ ഇവിടെയുള്ളൂ, അത് യോനായാണ്. അതുകൊണ്ടാണ് ദൈവം യോനായെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യോനായുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ധൈര്യമുള്ള ഒരാളാണ് യോന. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യോന എന്ത് ചെയ്തു? യോനായോട് ദൈവം പറഞ്ഞു നിനവേലോട്ട് പോവുക. യോന പോയതോ? താർശീസിലേക്ക്. ഈ യോനായെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട്, ഈ യോന എൻ്റെ മോനെ പോലെയാണ്. പല ചേച്ചിമാർക്കും തോന്നിയിട്ടുണ്ട് അല്ലേ? എന്താ, ഇങ്ങോട്ട് വാഴാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണവൻ. അതാണ് യോനയുടെ സ്വഭാവം. നമ്മുടെ പല മക്കളും അങ്ങനെ യോനായെ പോലെയാണ്. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകും, പോകരുതെന്ന് പറഞ്ഞാൽ അവർ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യോനായോട് ദൈവം പറഞ്ഞു, യോന നിനിവേയിലേക്ക് പോവുക. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. യോന അന്വേഷിച്ചു. യോന നേരെ ഓപ്പോസിറ്റ് താർശീസിലേക്ക് വണ്ടി കയറിപ്പോയി. എന്ത് വണ്ടി? കപ്പൽ കയറിപ്പോയി. എന്നിട്ട് യോന എന്ത് ചെയ്തു? യോന കപ്പൽ കയറി അതിന് അടിയിൽ ബർത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അങ്ങോട്ട് സന്തോഷമായിട്ട് അങ്ങ് ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരികയല്ല പലപ്പോഴും. വലിയ വലിയ ആളുകൾ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങൾക്കത് ചെയ്തില്ല, നിങ്ങളതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേ ഇല്ല എന്ന് വിചാരിക്കുക, നമുക്ക് ഉറക്കം വരില്ല, ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്? നമ്മൾ ഏൽപ്പിച്ച പണി മുഴുവനായും തീർത്ത് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി, ഞാൻ എന്നെ ഏൽപ്പിച്ച പണി ചെയ്തു, അങ്ങനെ നമുക്ക് ഉറക്കം വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, യോന സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യോനായുടെ ദൃഷ്ടിയിൽ യോന ചെയ്തത് ശരിയായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഉറങ്ങാൻ പറ്റിയത്. കൺഫ്യൂഷനായി നിങ്ങൾ പലർക്കും. ദൈവം നിനവേയിലോട്ട് പോകാൻ പറഞ്ഞു, യോന താർശീസിലേക്ക് പോയി. അതെങ്ങനെയാണ് ശരിയായത് എന്നല്ലേ? അതിനൊരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിനിവേ എന്ന് പറയുന്ന പട്ടണം ഇസ്രായേലിൻ്റെ ഒരറ്റത്താണ്. താഴെ ഭാഗത്ത് ഈജിപ്തും മേൽഭാഗത്ത് നിനിവേ പട്ടണവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നിനിവേക്കാർക്കും ഈജിപ്തുകാർക്കും വർഷങ്ങളായ യുദ്ധമാണ്. അവരൊരിക്കലും ചേരുകയില്ല. നമ്മുടെ ചില വീട്ടിലെ അമ്മായിമ്മയും മരുമോളും ഒക്കെ പോലെയാണ്, അവരൊരിക്കലും ചേരുകയില്ലാത്തവരാണ്. എന്നും അവരിങ്ങനെ ഉരച്ചിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഞെരുങ്ങിക്കഴിയുന്ന ഒരു ചെറിയ ജനവിഭാഗമാണ് ഇസ്രായേൽ. അപ്പോൾ ഈ നിനവേക്കാരും ഈ ഈജിപ്തുകാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പരിണിത ഫലം, തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇസ്രായേൽ ജനം. പല പ്രാവശ്യം ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഒരു ശത്രുക്കളാണ് ഈ നിനവേക്കാർ. അപ്പം അവരെക്കുറിച്ചാണ് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യോന ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങളെ വർഷങ്ങളായി ഞങ്ങൾ പീഡിപ്പിക്കുന്നവരാണ് നിനവേക്കാർ. ഇവർ കാരണം കണ്ടമാനം വേദനയും വിഷമം ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവർ നന്നാകാൻ വേണ്ടിയാണ് മെസ്സേജ് കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ്, ഞാൻ അങ്ങ് പറയണില്ല, അവർ നന്നാകണ്ട, അവർ നശിച്ചു പോയിക്കോട്ടെ. യോന അങ്ങനെ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോന തിരിച്ച് താർശീസിലേക്ക് പോകാൻ കാരണം. യോന സ്വന്തം രാജ്യത്തോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. പേട്രിയോട്ടിസം, രാജ്യഭക്തി എന്നൊക്കെ വേണേൽ പറയാം, ദേശസ്നേഹം എന്ന് പറയാം. അപ്പം ദേശസ്നേഹമുള്ള ഒരാളാണ് ആര്? യോന. അതുകൊണ്ടാണ് സ്വന്തം ദേശത്തെ പീഡിപ്പിക്കുന്നവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ യോനായെ പ്രേരിപ്പിച്ചത്. യോനായുടെ ദൃഷ്ടിയിൽ അവൻ ചെയ്ത് ശരിയായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും നമ്മൾ ഓരോരുത്തരും എടുക്കുക. പക്ഷേ യോനായുടെ ദൃഷ്ടിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോന താർശീസിലേക്ക് പോകാൻ കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് താർശീസിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. കടലിൽ വലിയ കൊടുങ്കാറ്റ്, തിരമാലകൾ ആഞ്ഞടിക്കുന്നു, കപ്പൽ മുങ്ങിപ്പോയി നശിക്കാൻ പോവുക. അപ്പോൾ ഈ കപ്പലിലുള്ളവർ മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ആളുകളെയൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ച് നോക്കുമ്പോൾ ഒരുത്തൻ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാം. അപ്പോൾ അവനെ എടുത്ത് തട്ടി വിളിച്ചു, ചേട്ടാ ഒന്ന് എഴുന്നേറ്റേ, ചേട്ടനെ ഞങ്ങൾ അറിയുമല്ലോ, എവിടെ നിന്നുള്ള ആളാ. അപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞു? ഈ സ്വർഗത്തെയും കടലിനെയും ഭൂമിയെയും തിരമാലകളെയും സുനാമിയെയും കൊടുങ്കാറ്റിനെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭക്തനാണ് ഞാൻ. ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട് കേട്ടോ.
പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ തീരപ്രദേശങ്ങളിൽ വലിയ കൊടുങ്കാറ്റും വലിയ പേമാരിയും ഒക്കെ അടിച്ച് അനേകം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സുനാമിയുടെ സമയത്താകട്ടെ അതിന് ശേഷമാകട്ടെ ഒത്തിരി ആളുകൾ. നിങ്ങൾ വിചാരിക്കുക, ഇങ്ങനെ സുനാമിയിൽ ഒരു ഗ്രാമത്തിൽ അനേകം ആളുകൾ മരിച്ച് ജനം കണ്ണുനീരിൽ വേദനയിൽ കഴിയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ 2 പേര് ഈ ഗ്രാമത്തിലൂടെ നടന്നു ചെല്ലുന്നു. ആളുകളൊക്കെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുക. അപ്പം നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നിങ്ങളോട് കണ്ടിട്ട്, ചേട്ടന്മാരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കുക, ഈ സുനാമിയിലെ കഴിഞ്ഞ ആഴ്ച അടിച്ച് 120 പേര് മരിച്ച സുനാമിയില്ലേ, ആ സുനാമി വിട്ട ദൈവത്തിൻ്റെ ആളാണ് ഞാൻ. ആ സുനാമി അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റ്, ആ കടലിനെ സൃഷ്ടിച്ച, ഈ സുനാമിയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കഥ കഴിക്കുവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലേ? കാരണം പ്രിയപ്പെട്ടവരൊക്കെ മരിച്ച് സുനാമിയിൽ. എന്നിട്ട് ഈ സുനാമി വിട്ട, സുനാമി സൃഷ്ടിച്ച, കടലിനെ സൃഷ്ടിച്ച, കൊടുങ്കാറ്റിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇപ്പം യോനയുടെ പ്രത്യേകതയാണത്. എന്ത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാൻ ധൈര്യമുള്ള ഒരു പ്രവാചകനായിരുന്നു യോന. പ്രൈസ് ദി ലോർഡ്. എന്തു പ്രതികൂല സാഹചര്യമാകട്ടെ, മരണം വന്നാലും, രോഗം വന്നാലും, തകർച്ച വന്നാലും, തെറ്റിദ്ധാരണ ഉണ്ടായാലും, ജയിലടയ്ക്കപ്പെട്ടാലും, കഴുത്തു പോയാലും, ജീവൻ പോയാലും ഞാൻ എൻ്റെ ദൈവത്തിന് സാക്ഷ്യം നൽകും. ഇത് യോനായുടെ പ്രത്യേകത. ഭയങ്കര ധൈര്യമുള്ളൊരു പുള്ളിയാണ് യോന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോനായെ തന്നെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ദൈവം യോനായെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന്? കാരണം ദൈവത്തിന് അറിയാം ഈ മെസ്സേജ് നിനവേയിൽ ചെന്ന് പറയാൻ ധൈര്യമുള്ള, ശക്തിയുള്ള, ദമ്മുള്ള ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് യോന മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദര, സഹോദരി, നീ ദൈവ ശുശ്രൂഷകനാണോ? ദൈവത്തിൻ്റെ മകനാണോ? ദൈവത്തിൽ ജീവിക്കുന്നവനാണോ? നീ ഒരു ക്രിസ്ത്യാനിയാണോ? നീ ഒരു ദൈവ ശുശ്രൂഷകനാണോ? നീ ഒരു കത്തോലിക്ക വിശ്വാസിയാണോ? നിനക്ക് വേണ്ട അനേകം ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ ഈ യോനായിലുണ്ട്. ഒന്ന്, ദൈവ സാന്നിധ്യത്തിൽ നീ ജീവിക്കുന്നവനാകണം. ഓരോ ദൈവ ശുശ്രൂഷകനും, ഓരോ ദൈവമകനും, ഓരോ ദൈവമകളും, ഓരോ ദൈവ പൈതലും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാകണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്കേ ദൈവസ്വരം കേൾക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 1. 2, ധൈര്യം വേണം. എന്ത് മെസ്സേജ് ആയിക്കോട്ടെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എന്ത് മെസ്സേജ് ആണെങ്കിലും, എന്ത് സന്ദേശങ്ങളാണെങ്കിലും ധൈര്യത്തോടെ, ശക്തിയോടെ അതിനെ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം കൊടുക്കാൻ, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ, വചനത്തിന് സന്ദേശം കൊടുക്കാനുള്ള ധൈര്യം വേണം. അതിനകത്ത് വെള്ളം ചേർക്കാതെ, അതിനകത്ത് മായം ചേർക്കാതെ ധൈര്യത്തോടെ പറയാനുള്ള ആ ഒരു അഭിഷേകമാണ് ഒരു ദൈവമകന് വേണ്ടത്. ഇത് യോനായിൽ നമ്മൾ പഠിക്കുന്നു. 3ാമത് യോനായിൽ നമ്മൾ പഠിക്കുന്നത്, ഏത് സാഹചര്യത്തിലും, അത് പ്രതികൂല സാഹചര്യമാകട്ടെ, അനുകൂല സാഹചര്യമാകട്ടെ, മരണമാകട്ടെ, ജീവിതമാകട്ടെ, തല പോയാലും വേണ്ടില്ല, ജീവൻ പോയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകം ആളുകൾ വലിയ വചന ശുശ്രൂഷകരാണ്, അല്ലെങ്കിൽ വലിയ വിശ്വാസികളാണ്, ദൈവമകനാണെന്നൊക്കെ പറയുമെങ്കിലും സാഹചര്യം പ്രതികൂലമാകുമ്പോൾ വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്നവരാണ് പലരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യോനായുടെ ഈ ചരിത്രം പ്രിയപ്പെട്ടവരെ, ഇതൊരു ഹിസ്റ്റോറിക്കലാണ്, ചരിത്രപരമാണ്. അതിന് കാരണങ്ങൾ ബൈബിളിലുണ്ട്. കാരണം ഈ നിനുവയെക്കുറിച്ചും യോനായെക്കുറിച്ചൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമുക്കറിയാം, അന്ത്യോക്യൻ പാരമ്പര്യമുള്ള സഭകളിൽ നിനുവേ നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പുണ്ട്. 3 നോമ്പ് എന്ന് പറയും. നിനുവേ നോമ്പെന്നാണ്. യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ ഉണ്ട് ഈ നോമ്പ്. നിനുവേ നോമ്പെന്നാണ് ഇതിൻ്റെ പേര്. കാരണം അതിൻ്റെ ഒരു കാര്യം, ഇത് ചരിത്രപരമാണെന്ന് പറയാനുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത്. അന്ത്യോക്യൻ പാരമ്പര്യമുള്ള സഭകളിൽ നിനുവേ നോമ്പ് എന്ന് പറയുന്നൊരു നോമ്പുണ്ട്. അതിനർത്ഥം ഇത് അനേകം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. കാരണം ദിസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ തിങ്. ഇത് ചരിത്രപരമാണ് എന്ന് പറയുന്ന ഒരു കാരണം. 2ാമത്തെ കാരണം, ബൈബിളിലെ ചില പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളെന്ന് വേർതിരിച്ചിട്ടുണ്ട്.
അതിലൊന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണ്. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യോനായെക്കുറിച്ച് അല്ലെങ്കിൽ നിനിവയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പം ഇത് ചരിത്രപരമാണെന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം ചരിത്രപരമാണ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാകാം എന്ന് പറയാൻ കാരണം, പ്രിയപ്പെട്ടൊരു വലിയ തിമിംഗലം 60 അടി 70 അടി അല്ലെങ്കിൽ 60 മീറ്ററൊക്കെ നീളമുള്ള വലിയ തിമിംഗലങ്ങളുണ്ട്. ഈ തിമിംഗലത്തിൻ്റെ പ്രത്യേകത എന്താണ്? തിമിംഗലം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഇരയെ പിടിക്കുമ്പോൾ അതിനങ്ങനെ കടിച്ചു മുറിച്ചല്ല തിന്നുന്നത്. വലിയ വായാണ്, അതിങ്ങനെ തുറക്കും. അപ്പോൾ ഒരു പ്രദേശത്തുള്ള വെള്ളം മുഴുവൻ ഈ തിമിംഗലത്തിൻ്റെ വായിലേക്ക് കയറും. അപ്പോൾ അതിനകത്തുള്ള മീന്, ചെറിയ ചെറിയ ജീവികളെല്ലാം ഈ വായ്ക്കകത്ത് കയറും. എന്നിട്ട് ഈ തിമിംഗലം ഇങ്ങനെ വായങ്ങ് അടയ്ക്കും. അടച്ചിട്ട് തലയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്, അതങ്ങ് തുറക്കും. അപ്പോഴത്തേക്കും ഈ വായിലുള്ള വെള്ളം മുഴുവൻ ഈ തലയുടെ മുകളിലുള്ള ദ്വാരത്തിൽ കൂടെ പുറത്തു പോകും. എന്നിട്ട് വായിൽ കുടുങ്ങുന്ന ആ ജീവികളെ ശരീരത്തിനകത്ത്, ഉദരത്തിനകത്ത് ഒരു ദ്രാവകമുണ്ട് ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി, ഇതിനെ ദഹനത്തിന് വേണ്ടി. അപ്പോൾ ഈ ദ്രാവകം ഇങ്ങനെ പുറപ്പെട്ട് ആണ് ശരീരത്തിൽ ദഹന പ്രക്രിയ നടക്കുന്നത്. നമ്മളൊക്കെ ചവച്ച് കടിച്ച് ചവച്ച് അരച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയാണ് ദഹിക്കുന്നത്. പക്ഷേ തിമിംഗലത്തിന് അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ. അപ്പോൾ യോനായെ തിമിംഗലം വിഴുങ്ങി. അങ്ങനെ 3 ദിവസം ഇതെങ്ങനെ ഒരു മീനിൻ്റെ വയറ്റിൽ കിടന്നു എന്നൊക്കെ നമ്മൾ സംശയം തോന്നാം. പക്ഷേ അത് ശരിയാണ് അല്ലെങ്കിൽ സംഭവിച്ചതാണ് എന്നൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. കടിച്ചരച്ചല്ല തിമിംഗലങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ദൈവം ഈ 3 ദിവസം തിമിംഗലത്തിൻ്റെ വയറ്റിൽ ഈ ദഹിപ്പിക്കാനുള്ള ആസിഡ് അല്ലെങ്കിൽ ഈ ദ്രാവകത്തെ ദൈവം ഒന്ന് നിർത്തിക്കളഞ്ഞു. അങ്ങനെയാണ് യോന ഈ മീനിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്നത്. എന്നിട്ട് മീനിന് വയറുവേദനയായി. അങ്ങനെയാണ് മീന് യോനായെ ഛർദ്ദിച്ച് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര സഹോദരി, നമ്മളൊരു വലിയ പ്രവാചകനെക്കുറിച്ച് ധ്യാനിക്കുന്നത്, ഒരു വലിയ ദൈവമനുഷ്യനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ദൈവ ശുശ്രൂഷകൻ, ഒരു ദൈവമകൻ, ഒരു കത്തോലിക്ക മകൻ, ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ അറിയുന്നവനെല്ലാം മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട അനേകം കാര്യങ്ങൾ യോനായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ വചനം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം, വിശുദ്ധ ഗ്രന്ഥം ഒരു കണ്ണാടി പോലെയാണ്. ഈ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ കാണിച്ചു തരും, നമുക്ക് തുറന്ന് കാണിച്ചു തരും, നമുക്ക് മനസ്സിലാക്കി തരും. കർത്താവിൻ്റെ വചനം എവിടേക്കാണ് കുറവുള്ളത്, എവിടേക്കാണ് പോരായ്മയുള്ളത്, എവിടേക്കാണ് തിരുത്തൽ വേണ്ടത്, അത് നമുക്ക് കാണിച്ചു തരും. ഇതൊരു സ്കാനിങ് മെഷീൻ പോലെയാണ്. ഈ വചനം ഇങ്ങനെ നമ്മൾ ധ്യാനത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ വായിക്കുമ്പം നമുക്കറിയാം, സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ MRI, CT സ്കാൻ ഒക്കെ, എക്സ്റേ ഒക്കെ എടുക്കും, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള പല കാര്യങ്ങളും കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെയാണ് ആത്മീയ ജീവിതത്തിൽ ദൈവവചനം ഒരു സ്കാനിങ് മെഷീൻ പോലെയാണ്. നമ്മുടെ കുറവുകളെ, പോരായ്മകളെ, നമ്മൾ തിരുത്തൽ ആവശ്യമുള്ള ഭാഗത്തെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരും. ഇന്ന് യോനായുടെ പുസ്തകത്തെ ധ്യാനിച്ചപ്പോൾ കർത്താവ് നമുക്ക് ഒത്തിരി തിരുത്തലുകൾ ആവശ്യമുള്ള മേഖലകൾ കാണിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരല്ലായിരിക്കാം. ഇന്ന് വരെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റിയിട്ടില്ലേ? സഹോദര സഹോദരി, കാരണം എന്താണെന്നറിയോ? ദൈവസാന്നിധ്യത്തിലല്ലെന്നുള്ളതാണ്. നീ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ അല്ലെങ്കിൽ ദൈവസ്വരം കേൾക്കാൻ നിനക്ക് പറ്റും. അപ്പോൾ തീരുമാനങ്ങൾ എടുത്തോ. ഇനി മുതൽ കർത്താവെ, നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കും. പ്രാർത്ഥനയിൽ, വിശുദ്ധ ബലിയർപ്പണത്തിൽ, മറ്റ് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ പറ്റും. 2, ധൈര്യത്തോടെ വചനം കൊടുക്കണം. ആര് എപ്പോൾ ചോദിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണം. അതൊരു വലിയ എന്തോരം ആളുകൾ, രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ അടുത്ത ആഴ്ചകളിലൊക്കെ ഒരു വലിയ രക്തസാക്ഷിയെ സഭ വാഴ്ത്തപ്പെട്ടവളായി. 53 പ്രാവശ്യം ശരീരത്തിൽ കുത്തേറ്റ് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തൊരു കന്യാസ്ത്രീ, വാഴ്ത്തപ്പെട്ട റാണി മരിയ. ഈ റാണി മരിയയുടെയൊക്കെ ജീവിതം നോക്കി, വലിയ രക്തസാക്ഷികളുടെ രക്തം വീണ് കുതിർന്ന മണ്ണിൽ സഭാതരം ഇങ്ങനെ തഴച്ചു വളരുകയാണ്. എവിടെയൊക്കെ രക്തസാക്ഷിത്വം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സഭ വലിയ ശക്തമായിട്ട് വളർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു രക്തസാക്ഷിയുടെ അഭിഷേകം വേണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് രക്തസാക്ഷിയുടെ അഭിഷേകം വേണം, യോനപ്രവാചകൻ്റെ അഭിഷേകം വേണം, എലീശായുടെ അഭിഷേകം വേണം. കർത്താവെ, എനിക്ക് വലിയ കൃപ, എനിക്ക് അഭിഷേകം വേണം. അങ്ങനെ ഞാനൊരു വലിയ രക്തസാക്ഷിയായി, കർത്താവിന് സാക്ഷ്യം നൽകുന്ന വ്യക്തിയായി ജീവിക്കാൻ കർത്താവ് നീ എന്നെ പഠിപ്പിക്കണേ. മൂന്നാമത്തെ കാര്യം യോനായിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? നമ്മൾ പറഞ്ഞു,
ഏത് സാഹചര്യത്തിലും, അത് അനുകൂലമോ പ്രതികൂലമായിക്കോട്ടെ, ജീവിതം നശിക്കു പോകുന്ന സാഹചര്യം, ചിലപ്പോൾ നമ്മളൊരു കാര്യം കർത്താവിന് സാക്ഷ്യം വെച്ച് ചിലപ്പോൾ നമ്മുടെ തല പോകുമായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനൊക്കെ മുമ്പ് എന്തോരം നിരപരാധികളായ മക്കളെ കഴുത്തറത്ത് കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും പതറാതെ നിൽക്കാനുള്ള വിശ്വാസം, ഇതാണ് യോന പ്രവാചകൻ്റെ അഭിഷേകം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കഴുത്തറക്കപ്പെട്ട് കൊന്ന നിരപരാധികളായ മക്കളുടെ, ദൈവമക്കളുടെ വിശ്വാസത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ വിശ്വാസം എന്താ? പ്രാർത്ഥിക്കാൻ വലിയ അഭിഷേകത്തോടെ, കർത്താവേ, ഒരു രക്തസാക്ഷിയുടെ വിശ്വാസം എനിക്ക് വേണം, ഒരു രക്തസാക്ഷിയുടെ അഭിഷേകം എനിക്ക് വേണം, എൻ്റെ രക്തം എൻ്റെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാകണം. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് വളരാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയാം. വലിയ വിശുദ്ധിയിൽ ഒരു പ്രവാചകൻ്റെ അഭിഷേകത്തോടെ, ഒരു രക്തസാക്ഷിയുടെ അഭിഷേകത്തോടെ ജീവിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. കരുണയുള്ള നല്ല ദൈവമേ, ഇത്രയും നേരം നീ ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. യോന പ്രവാചകനിലൂടെ കർത്താവെ നീ ഞങ്ങളോട് സംസാരിച്ചു. യോന എന്ന വലിയ പ്രവാചകൻ്റെ അഭിഷേകം കർത്താവെ ഇന്ന് നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഈ വചനം കേൾക്കുന്ന മുഴുവൻ മക്കളിലേക്കും നിൻ്റെ വലിയ കൃപ കടന്നു ചെല്ലട്ടെ. രക്തസാക്ഷിയുടെ അഭിഷേകം, ഒരു പ്രവാചകൻ്റെ അഭിഷേകം കർത്താവെ ഈ ജനത്തിന് നീ നൽകണമേ. ഇവരുടെ ജീവിതത്തിൽ കർത്താവിന് ഏത് സാഹചര്യമാണെങ്കിലും, പ്രതിസന്ധിയുടെ, പരാജയങ്ങളുടെ, രോഗങ്ങളുടെ, മരണത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങളിലും ദൈവത്തിന് വലിയ സാക്ഷ്യം നൽകുന്ന മക്കളായി മാറാനുള്ള കൃപ നൽകണമേ. കർത്താവെ, ഈ ജനത്തെ നീ ആശീർവദിക്കണമേ. ഈ വചനം കേൾക്കുന്നവർ ഇവർ വലിയ കൃപ സ്വീകരിക്കട്ടെ. രോഗങ്ങൾ ഇവരെ വിട്ടുപോകട്ടെ, സമാധാനമുണ്ടാകട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ഒരു അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തോട് ചേർത്ത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ കർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ ചേർത്ത് വയ്ക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.